നമ്മൾ മാച്ചൂരെ ലൈസൻസ് കിട്ടിയത് 2 ആഴ്ചയായി. ഇതുവരെ ഒരു 100 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് പോയിട്ടില്ല. ഇവിടുന്ന് കണ്ണൂരിതെല്ലാം കറങ്ങുന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് പോയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് നമുക്ക് മാംഗ്ലൂർ പോകാമെന്ന്. മാംഗ്ലൂർ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റോഡാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചിട്ട് അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് വേണ്ടി പോകാൻ പോകുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളെ മാച്ചു എല്ലാം റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. മാച്ചുക്കുട്ടനെ നമ്മളെ ഡോമിനർ അവഞ്ചർ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് 130 കിലോമീറ്ററാണ്, ഏകദേശം 2.5 മണിക്കൂറാണ് ഗൂഗിൾ പറയുന്നത്. അപ്പം എന്തായാലും ഒരു 2.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമായിരിക്കും. എന്തായാലും സമയം ഇപ്പോൾ 7 മണിയായത്. അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. റോഡൊക്കെ ഫുൾ കാലിയാണ്. ഇന്നാണെങ്കിലും നല്ല മഴക്കാറിലുകൊണ്ട് നല്ല കാലാവസ്ഥയാണ്. 7 എത്താനാകുമ്പോഴേക്കാണ് നമ്മൾ ഹൈവേ ടച്ച് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഹൈവേന്റെ പണി നടക്കുന്നതുകൊണ്ട് ഇടക്ക് സർവീസ് റോഡും ഇടക്ക് ഹൈവേയിലേക്കാണ് കയറിയിട്ട് പോകുന്നത്. ഹൈവേന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിൽ ബൈക്കേഴ്സിനൊന്നും അലൗഡ് ഇല്ല കേട്ടോ. സർവീസ് റോഡിലൂടെ പോകണം. പിന്നെ സർവീസ് റോഡ് അടിപൊളിയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം പോകാമല്ലോ. അങ്ങനെ ഗൈസ്, ഇതാണ് നമ്മൾ രണ്ടാളും മംഗലാപുരത്തി. നമ്മളെ മാറ്റിൻ്റെ ഫസ്റ്റ് റൈഡാണ്. എന്തായാലും മാറ്റി റൈഡിനെ കുറിച്ച് പറയാനുള്ള അടിപൊളിയാണ്. വിശക്കുന്നുണ്ടോ? വിശക്കുന്നതുകൊണ്ട് കൂടുതൽ പറയാൻ കഴിയുന്നില്ല. എന്തായാലും സമയം ഇപ്പോൾ 9:15. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് കയറിയിട്ട് നമ്മൾ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യട്ടെ. ഇത് സ്ഥലം വരുന്നത് മംഗലാപുരം സിഗ്നലിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു ലൊക്കേഷൻ ഇട്ടാൽ മതി. ശ്രീരാമ പ്രസാദ് ഹോട്ടലിന് കറക്റ്റായിട്ട് ഇവിടെ തന്നെ എത്തിക്കും കേട്ടോ. ഇവിടെ ഉള്ള സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ആണിത്. ഇതിന്റെ പേര് നിങ്ങൾ തന്നെ കേട്ട് നോക്കിക്കോട്ടാ. ഗുഡ്ഗേ, ഗുഡ്ഗേ ഇഡ്ലി. ഓക്കെ, ഇത് ഗോളി ബജിയാന, ഓ ബൻ, മാംഗ്ലൂരിയൻ ബൻ, പത്രോടെ 2 പീസ്, ഇഡ്ലി അങ്ങനെ നമ്മൾ കുക്കുംബർ ഇഡ്ലിയും പിന്നെ പത്രോടിയും വന്നിട്ടുണ്ട്. അതിന് പ്രാവശ്യം വന്നതിന് ചക്കയിലടിയും കൂടി ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്രാവശ്യം അതില്ല. ഈ കുക്കുംബറിന്റെ ഇഡ്ലി നല്ല സോഫ്റ്റ് ആണ്. ഇതാ നമ്മളിങ്ങനെ ഒന്ന് സ്പൂണോട് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല സുഖമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കുക്കുംബറിന്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. ഇതിൽ ചെറിയൊരു മധുരവും കൂടിയുണ്ട്. എന്തോ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടി. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു കുക്കുംബർ ഇഡ്ലി. അപ്പൊ പിന്നെ അടുത്ത് നമ്മളെ പത്രോടയാണ്. പത്രോട എന്ന് പറയുമ്പോൾ ചേമ്പിന്റെ ഇലയില് കടലമാവും പിന്നെ അതിൽ കുറച്ച് ഇവരെ സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. ആവിയിൽ വേവിച്ചിട്ട് എടുക്കുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ്. അതായത് ഇങ്ങനത്തെ ലീഫ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് അത്ര വലിയ ഇഷ്ടാവില്ല കേട്ടോ. മാച്ചൂന് അത്ര ഒന്നും ഇഷ്ടമായിട്ടില്ല, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അടുത്തത് ഗോലി ബജിയും പിന്നെ നമ്മള് ബന്നു ആണ്. ഇത് നമുക്ക് വെറുതെ അങ്ങനെ കഴിക്കാനും പറ്റും, പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചട്നിയിലും സാമ്പാറിലൊക്കെ മുക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. ഫേമസ് ആയിട്ടുള്ള മാംഗ്ലൂരിയൻ ബന്ന് നമ്മളെ ഭട്ടൂര പോലെ ഉണ്ടല്ലോ കാണാൻ വേണ്ടിയില്ലേ. ടേസ്റ്റ് എന്നാ നോക്കട്ടെ. ബണ്ണ് പിന്നെ കുറച്ചുകൂടെ നല്ലോണം മധുരം കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല. ഞാൻ പിന്നെ അതവിടെ കുറച്ച് കഴിച്ചിട്ട് ബാക്കിയൊക്കെ ചെയ്തത്. ഏത് മുകളിലൊക്കെ പോകേണ്ടതെന്നാണ് മാച്ചു കോഫി വെച്ചിട്ട് സെർച്ച് ചെയ്യുന്നത്. എന്നിട്ട് ഏതാ തീരുമാനിച്ചാ? ഏതാ കിട്ടിയേ? അവൻ സെർച്ച് ചെയ്തിട്ട് അപ്പോഴേക്കും ഞാൻ ഈ കോഫി ഇത്രയും കഴിച്ചിട്ട് 255 രൂപയാണ് നമുക്ക് രണ്ടാക്കും കൂടി ആയത്. ഇങ്ങനെ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് നേരെ പോകുന്നത് മുകളിലിരിക്കാൻ വേണ്ടിയാണ്. ഒരു 4 മണി വരെ മുകളിൽ കറങ്ങിയിട്ട് പിന്നെ തിരിച്ചു വീട്ടിൽ പോക്ക്. അതാണ് പരിപാടി. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് തിരിച്ചു പോക്കാണ്. പിന്നെ ഏതായാലും നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്നില്ലേ. മാച്ചൂരിനാണെങ്കിൽ മുകളിലൊക്കെ ഒന്ന് കയറണമെന്നുണ്ട് അല്ലേ പക്ഷേ. എന്നിട്ട് ഏതാ മോള് പറഞ്ഞത്? പുറമുകളിലൊക്കെ പോകുന്നു കേട്ടോ. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മളിവിടെ എത്തിയതാണ് ഓർമ്മിച്ച് നമ്മളെ ഹെൽമെറ്റ് ജാക്കറ്റെല്ലാം ഇവിടെ വെക്കുന്നു. പക്ഷേ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് ഈ ഒരു സംഭവമാണ്. ആശ്വാസമായ കാരണം വെച്ചാൽ നമ്മളെ ഹെൽമെറ്റ് എവിടെയെങ്കിലും ആയിട്ട് വെക്കാൻ വിചാരിക്കാം, നിങ്ങൾക്ക് കയ്യിലേക്ക് തൂക്കിയെടുക്കാം. പക്ഷേ ജാക്കറ്റ് രണ്ടും കൂടി ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് മുകളിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ പറഞ്ഞാൽ ഇതുവരെ നല്ല വെയിറ്റ് ഉണ്ടല്ലോ പാടൊക്കെ ഉള്ളതുകൊണ്ട്, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഹാപ്പിയായി. അപ്പോൾ ഇതിൽ 3 സൈസ് ഉണ്ട്, സ്മോള്, മീഡിയം ആൻഡ് ലാർജ്. സ്മോളിലാണെങ്കിൽ ഒരു ഹെൽമെറ്റ് വെക്കാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മൾ 2 ഹെൽമെറ്റ് ഇല്ലോണ്ട് മീഡിയം ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ലാർജ് ആണെങ്കിൽ വലിയ നമ്മളെ ഇതൊക്കെ ഇല്ലേ, വലിയ ബാഗൊക്കെ ട്രാവൽ ബാഗൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മൾ നാട്ടിലൊക്കെ വരികയാണെങ്കിൽ
സൂപ്പറായിരിക്കും. അപ്പോൾ എന്തായാലും വരുമായിരിക്കും. എല്ലാം അങ്ങനെ തന്നെയാണല്ലോ, പുറത്തൊക്കെ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഇവിടെ ഒരു പിന്നെ QR കോഡ് ഉണ്ട്, അത് സ്കാൻ ചെയ്യാം. നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. പിന്നെ എത്ര മണിക്കൂറിലേക്ക് വേണ്ടിയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിയും. അപ്പോൾ നമ്മൾ 5 മണിക്കൂറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഇപ്പം വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് കൊടുത്താലും മതി. ഓക്കെ, താങ്ക് യു. നമ്മൾ മുകളിലെത്തുമ്പോഴേക്ക് 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 11 മണി മുതൽ വൈകുന്നേരം ഒരു 3-3:30 മണി വരെ നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പം പിന്നെ മുകളിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങിയെന്ന്. കളറല്ല എന്നിടത്തെ പെരുന്നാളിൻ്റെ കളറ്. അജു പെരുന്നാളിനല്ല ഡ്രസ്സ് നോക്കുന്നതാണേ മാച്ചു. ഇതോടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മാച്ചുവിൻ്റെ സെയിം കളർ. ഒരുപാട് നല്ല നല്ല സെലക്ഷൻ ഉണ്ടല്ലോ ഇവിടെ. നൈസ്, നോക്കിക്കോ. ഇഷ്ടമായാലും എടുത്തോ. ഈ കളറൊന്നും വേണേൽ നാട്ടിൽ കിട്ടൂല. ബ്ലാക്കിലേക്കാണല്ല പോകുന്നത്, മിക്കവാറും ബ്ലാക്ക് എടുക്കും. അപ്പോൾ ഇവിടെ ഒരു മിറർ കണ്ടപ്പം പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് നോക്കുമല്ലോ. അയ്യോ, പക്ഷേ ഭയങ്കര തടി കൂടിയിട്ടുണ്ട്. അവിടെ വേറെ എന്തോ കളറുണ്ട് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മാച്ചു തന്നെ ഇവിടെ കൺഫ്യൂസ്ഡ് ആണ് ഏതെടുക്കണമെന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് ഇതാ മാച്ചു ഈ ഒരു ഗ്രീൻ കളർ ഷർട്ടാണ് സെലക്ട് ചെയ്തത്. ഇവിടെ കയറുമ്പോഴൊക്കെ ഇതാ ഒരുപാട് ലേഡീസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ നോക്കി, പിന്നെ ആഡ് ചെയ്തായാൽ ഇപ്പം വേണ്ട, പിന്നെ ഒരു ദിവസം ഇതിനായിട്ട് വരാൻ വിചാരിച്ചിട്ട് അവിടെ ലീവ് ചെയ്തേ. നോക്കിയേ, ആ ഒരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങാൻ പറഞ്ഞ ഞാനാണ്. പാൻറ്റായി, ഷർട്ടായി, ടീഷർട്ടായി. എന്താ ചെയ്യാൻ, മുടിപ്പിക്കാനായി ചോദിക്കാൻ പറ്റും അല്ലേ മാച്ചോ? ഫസ്റ്റ് റൈഡ് ഒന്നും പറഞ്ഞു. ഫസ്റ്റ് റൈഡ് ഇപ്പം നല്ലതായിരിക്കും. നന്നായി മോളെ, നന്നായി മോനെ. പിന്നെ മുകളിലുള്ള ഏകദേശം എല്ലാ കടകളിലും കയറി ഇറങ്ങി. പിന്നെ ലാസ്റ്റ് ഇതാ ഇവിടെ കുട്ടികൾ കളിക്കുന്നിടത്ത് വന്നിട്ടുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മളെ മാച്ചൊക്കെ ചെറുതാണെങ്കിൽ എന്തായാലും ഇതിൽ കയറിയിട്ട് കളിക്കും. അതിലും കഴിയുമ്പോഴൊക്കെ പിന്നെ വിശക്കാൻ തുടങ്ങിക്കൊണ്ട് പിന്നെ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയാൽ വലിയ ഫുഡ് കോർട്ട് ഉണ്ട് മുകളിൽ. പക്ഷെ ഫുഡ് കോർട്ടിൽ പോകണ്ടായതായാലും ഇവിടുന്ന് സാൻഡ്വിച്ചും കോഫിയും കഴിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. പിന്നെ നല്ല അടിപൊളി കോഫിയും പിന്നെ സാൻഡ്വിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്രൗൺ ബ്രെഡിലുള്ള സാൻഡ്വിച്ചാണ്. നമ്മളൊന്ന് വാങ്ങിച്ചിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. ബൈ ബൈ ബൈ. മാജിക്കാണ് ഇന്ന് ഫുൾ കോൾ അടിച്ചത്. കാള എത്ര മണിക്കൂർ ഇടയ്ക്ക് ചിലവഴിച്ചെന്ന് പറയാം. ഏകദേശം 5 മണിക്കൂറാകാനായി. നമ്മൾ 5 മണിക്കൂറിലേക്കാണ് ഹെൽമെറ്റ് എല്ലാം അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, 1 ഞാൻ മലയാളം പറയലായി. അല്ല 1 നമ്മൾ എത്തിക്കഴിഞ്ഞാലും മലയാളമായി പറയുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ വായിക്കുന്നത് മലയാളമായിരിക്കും, അതിന് ശേഷം ആലോചിക്കാൻ. താങ്ക് യു. നമുക്ക് 5 മണിക്കൂറിലേക്ക് 250 രൂപയാണ്. അതായത് മാറ്റക്കുട്ടൻ ജാക്കറ്റെല്ലാം ഇടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ വെക്കണം. ഇവിടുന്ന് നമ്മൾ ഹൈവേയിലെത്തണമല്ലോ, അതിനുള്ള പരിപാടിയാണ്. ഓക്കെ, 3 മണിക്കൂർ 144 കിലോമീറ്റർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഇനി അടിപൊളി ഒരു വ്ളോഗായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.